കഴിഞ്ഞ വർഷം 43%, 46%, 38% ഒക്കെ നേട്ടം നിന്നിട്ടുള്ള പലതരം മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. പ്രത്യേകിച്ച് സ്മോൾ ക്യാപ്പ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. നമ്മുടെ ആസ്ക് ഗ്രൂപ്പ് ഇമംഗ് സർവീസിലേക്ക് വാട്സപ്പ് നമ്പറിൽ 8848030018 എന്ന് പറഞ്ഞ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുന്ന പലരും ചോദിക്കുന്നത് ഏറ്റവും നല്ലൊരു സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് പറഞ്ഞു തരൂ, ഞാൻ അതിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ പലരോടും കൂടുതലായിട്ട് സംസാരിക്കുക, അവരുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുകയോ ചെയ്യുമ്പോൾ അവരൊരു കാരണവശാലും ഈ സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ എടുക്കാൻ പാടില്ലാത്ത തരം ആളുകളാണ്. ആരൊക്കെ സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ പറയുന്ന 5 തരത്തിലുള്ള ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ ഇടരുത്. ആ ഫണ്ട് നിങ്ങൾക്ക് വളരെയധികം വലിയ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാമത്തെ തരം ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവരോ റിസ്ക് എടുക്കുന്നത് സഹിക്കാൻ പറ്റാത്ത ആളുകളോ ആണ്. നിങ്ങളൊരു റിസ്ക് എടുക്കാൻ പറ്റാത്ത ആളാണെന്നുണ്ടെങ്കിൽ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസമാധാനം പോവും എന്നുള്ളത് അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഉപകാരമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കമ്പനികളുടെ സൈസിൽ 250 സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനികൾ മുതൽ താഴോട്ടുള്ള കമ്പനികളാണ് ഈ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ കൂടുതലായിട്ടുണ്ടാവുക. ഈ 250 കമ്പനി മുതലുള്ള കമ്പനികളുടെ ഒരു ദോഷം അല്ലെങ്കിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വളരെ വലിയ പ്രൈസ് ഫ്ലക്ച്വേഷന് വിധേയമാകുന്നതും വളരെ പെട്ടെന്ന് സ്റ്റോക്കിന്റെ വില ഇറങ്ങുന്നതുമായിട്ടുള്ള തരത്തിലുള്ള ഹൈലി വൊളാറ്റൈൽ ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ അത്തരം സ്റ്റോക്കുകൾ കൂടുതലുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൽ സാധാരണഗതിയിൽ എന്ത് സംഭവിക്കും? മാർക്കറ്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇതിന്റെ പ്രൈസ് എല്ലാം താഴെ വരും. ഇതിന്റെ മ്യൂച്വൽ ഫണ്ടുകളുടെ NAV അല്ലെങ്കിൽ അതിന്റെ വില താഴേക്ക് കുത്തനെ വീഴാനുള്ള സാധ്യതയുണ്ട്. റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 100 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ളൊരു മ്യൂച്വൽ ഫണ്ട് 90 രൂപ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കം പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ റിസ്ക് എടുക്കാൻ കഴിവുള്ള ഒരാളല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇത്തരം ഫണ്ടുകളിൽ നിക്ഷേപിച്ചാൽ നമുക്കത് വലിയ നഷ്ടത്തിന് കാരണമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വൊളാറ്റിലിറ്റി കൂടുതലുള്ള സ്മോൾ ക്യാപ്പ് ഓഹരികൾ നിക്ഷേപിക്കുന്ന ഈ സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിസ്ക്കും കൂടുതലാണ്, റിട്ടേണും കൂടുതലാണ് എന്ന് പറയാമെങ്കിലും ഈ റിസ്ക് എടുക്കാൻ കഴിവില്ലാത്ത ആളുകൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 100 രൂപയ്ക്ക് വാങ്ങിയ സംഗതി 90 ആകുമ്പോൾ അവരെന്ത് വിചാരിക്കും? ഇത് നമുക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് അതങ്ങ് വിറ്റ് ഒഴിവായി പോകും. അതാണ് ഒന്നാമത്തെ തരത്തിലുള്ള ആളുകൾ. രണ്ടാമത്തെ തരം ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഇൻവെസ്റ്റർമാരാണ്. പുതിയതായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിലും സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആളുകളോട് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാരണവശാലും സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിൽ ആദ്യം മുതലേ നിക്ഷേപിക്കരുത്. നിങ്ങൾക്ക് പറ്റുന്നത് ഹൈബ്രിഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ, ലാർജ് ക്യാപ്പ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഡെക്സ് ഫണ്ടുകളൊക്കെയാണ് ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ അത്തരം സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ നമ്മൾ നിക്ഷേപിച്ച് പോയി കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവുകയും ഒരു 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ ഒക്കെ കഴിയുമ്പോൾ സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിലോ മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു, മ്യൂച്വൽ ഫണ്ടിൽ എന്തൊക്കെ ഫ്ലക്ച്വേഷൻസ് വരാമെന്നുള്ളത് കൃത്യമായിട്ട് അറിവ് നമ്മൾ ഈ 6 മാസം 1 വർഷം കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു പുതിയ ഇൻവെസ്റ്റർ ഈ സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുക. മൂന്നാമത്തെ തരം ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ കുറവുള്ള ആളുകളാണ്. ക്ഷമ കുറവുള്ള ആളുകൾ ഒരു കാരണവശാലും ഈ സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കരുത് എന്നാണ് ഞാൻ പറയാം. സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ ഈ പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഇയറിലൊക്കെ 43% നേട്ടം തന്നോളും സത്യമാണ്. പക്ഷേ പല സമയത്തും 2008 മുതൽ 2013 വരെയുള്ള കാലയളവ്, 2014 മുതൽ 2018 വരെയുള്ള കാലയളവ് പോലുള്ള ദീർഘമായ കാലയളവിൽ സ്മോൾ ക്യാപ്പ് ഓഹരികൾ യാതൊരുവിധ നേട്ടവും തരാതെ സ്റ്റാഗ്നന്റ് ആയി കിടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്താ? ഈ 4 വർഷം, അപ്പോൾ 2008 നിക്ഷേപിച്ചിട്ടുള്ള ഒരാള് 2013 വന്ന് പൈസ പിൻവലിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് തന്നെ കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നമൊക്കെ ഒരു പേഷ്യൻസ് ഇല്ലായ്മ ഉള്ള ആളുകൾക്ക് ഇത്തരം ഒരു സംഗതികൾ യോജിച്ചതല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നാലാമത്തെ തരം ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയമില്ലാത്ത ആളുകളാണ്. അതായത് നമുക്ക് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന് വളരാനുള്ളൊരു സമയം കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷം കഴിഞ്ഞ് നടക്കുന്ന സഹോദരിയുടെ വിവാഹത്തിന് വെച്ചിട്ടുള്ള പൈസ കൊണ്ട് ഒരാൾക്ക് സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിൽ ഇടാൻ വന്നു കഴിഞ്ഞാൽ മിക്കവാറും മാർക്കറ്റ് ഒരു നല്ല കണ്ടീഷനിലല്ല എന്നുണ്ടെങ്കിൽ
സഹോദരിയുടെ വിവാഹത്തിന് വേറെ പൈസ കണ്ടെത്തേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. അതായത് സ്മോൾ ക്യാപ് ഓഹരികളിൽ ഈ പറഞ്ഞ 43% നേട്ടം കിട്ടുന്നത് പോലെ തന്നെ 43% നഷ്ടവും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്. 2007-8 കാലഘട്ടത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്മോൾ ആൻഡ് മിഡ് ക്യാപ് ഫണ്ടുകളിലൊക്കെ വളരെ വലിയ നഷ്ടം, 15 രൂപയ്ക്കൊക്കെ എടുത്ത ഫണ്ടുകൾ 8 രൂപയൊക്കെ ആയി 50% ഇടിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയ കാലയളവിലേക്ക് ഒരു കാരണവശാലും ഇടാനായിട്ട് ഈ സ്മോൾ ക്യാപ് ഫണ്ടുകൾ ഉപയോഗിക്കരുത്. ഒരു 7 വർഷമോ അല്ലെങ്കിൽ 10 വർഷമോ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉള്ള നിക്ഷേപങ്ങളായിരിക്കണം സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. 5ാമത്തെ തരം ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പണം ഉണ്ടാക്കും എന്ന് കരുതിക്കൊണ്ട് ഈ തരം ഫണ്ടുകളിൽ വരുന്നതാണ്. അത്തരം ആൾക്കാരാണ് നമ്മളെ കൂടുതലും കോൺടാക്ട് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 ലക്ഷം രൂപയുണ്ട്, 1 വർഷം കൊണ്ട് എനിക്കത് 2 ലക്ഷം ആക്കി മാറ്റാനായിട്ട് ഈ സ്മോൾ ക്യാപ് ഫണ്ടിൽ നിക്ഷേപിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു വരുന്ന തരം ആളുകളാണ് ഈ ആസ്ക് റുപ്പി മങ്ക് സർവീസിന്റെ 8848030018 എന്ന് പറയുന്ന നമ്പറിലേക്ക് കൂടുതലും വിളിക്കാറുള്ളത്. അത്തരം ആളുകൾ അത്യാഗ്രഹം കൊണ്ട് ഇത്തരം ഫണ്ടുകളിൽ ഇടുകയും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മോശം സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷനുകളുടെ സ്റ്റോക്ക് മാർക്കറ്റ് കടന്നു പോകുമ്പോൾ അവരുടെ പൈസ വലിയ അളവിൽ കുറയുകയും അല്ലെങ്കിൽ പൈസ വളരെ വലിയ രീതിയിൽ ബ്ലോക്ക് ആവുകയൊക്കെ ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ഇത്തരം 5 തരം ആളുകളിൽ ഏതെങ്കിലും കാറ്റഗറിയിൽപ്പെട്ട ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപിക്കരുത്. 40%, 50%, 60% നേട്ടം ആനുവലി തന്നിട്ടുള്ള ഫണ്ടുകളൊക്കെ സ്മോൾ ക്യാപ് കാറ്റഗറിയിലൊക്കെ ഉണ്ട്. പക്ഷേ അത് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുമെന്നുള്ള ഒരു കാരണവശാലും നിങ്ങൾ വിശ്വസിക്കരുത്. അതാര് പറഞ്ഞിട്ടായാലും. എപ്പോഴും പറയാറുള്ള പോലെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വലിയ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സ്മോൾ ക്യാപ് ഓഹരികളിലും സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത കൂടുതലാണ്. ഈ വീഡിയോ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഇതിനെപ്പറ്റി കൂടുതലൊരു ഇൻഫർമേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.